ഇസ്ലാഹി പ്രസ്ഥാനത്തിലെ പിളർപ്പിന്റെ അടിസ്ഥാന കാരണം അത് സംഘടനാപരമാണ്, അത് ചിലർക്ക് സ്ഥാനം കിട്ടാത്തത് കൊണ്ടാണ് എന്നൊക്കെയുള്ള ചില ആളുകൾ പ്രചരിപ്പിക്കുന്നത് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ മറ്റൊക്കെ കാണാം. 2016 കൊണ്ടുപിടിച്ച ഐക്യം ഉണ്ടായപ്പോൾ അതൊരു ഐക്യ നാടകമായിരുന്നു. 2017 ഫെബ്രുവരിയിലും വിചിന്തനം വാരികയിലെ ലേഖനത്തിലൂടെയും 2017 മെയ് KJU-വിന്റെ അല്ലെ KNM-ന്റെ സർക്കുലറിലൂടെയും ഒരു കാര്യം ഐക്യപ്പെട്ടു വന്ന ആളുകൾ എന്ന നിലക്ക് നമ്മുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചു. അതിതാണ്, ആ സർക്കുലർ വളരെ കൃത്യമാണ്. മാരണം, കൂടോത്രം എന്ന വിഷയത്തിലുള്ള എന്നീ അർത്ഥത്തിലുള്ള സിഹിറിനെ കുറിച്ചുള്ള നിലപാട്, ആ നിലപാട് കൃത്യമായി കേരള ജമിയത്തുൽ ഉലമ പറയുന്നുണ്ട്. കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി ഇത്തരത്തിൽ മാരണം, കൂടോത്രം എന്നിവ ഫലിക്കുമെന്ന് വിശ്വസിക്കൽ ശിർക്കാണ്. അവിടെ അവസാനിപ്പിച്ചാൽ മതിയായിരുന്നു. പക്ഷെ അതിന്റെ കൂടെ ഒരു വാചകം കൂടി അവർ എഴുതി ചേർത്തു. എന്നാൽ കാര്യകാരണ ബന്ധം അവ്യക്തമായ നിലക്ക് സിഹിർ ഫലിക്കുമെന്ന് വിശ്വസിക്കുന്നത് ശിർക്കല്ല. ഇതെന്തിനാ ഇവർ പറഞ്ഞെന്ന് ചോദിച്ചാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ബാധിച്ച സിഹിറിനെ തള്ളാൻ ഇവർക്ക് പറ്റാത്തതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ആ വാചകം അവർ എഴുതി പിടിപ്പിച്ചത്. യഥാർത്ഥത്തിൽ കാര്യകാരണ ബന്ധം അവ്യക്തമായതെന്ന് പറഞ്ഞാലും കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതം എന്ന് പറഞ്ഞാലും യാതൊരു അർത്ഥവ്യത്യാസവുമില്ല. മലയാളത്തിലൊരു പദത്തിന് മാറ്റം എന്നല്ലാതെ യാതൊരു അർത്ഥവ്യത്യാസവും ഇല്ല എന്നുള്ളത് അത് കൃത്യമായി ഖുർആനിലൂടെയോ അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിലൂടെയോ വായിച്ചു നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. സത്യവിശ്വാസികളായ നമ്മുടെ ഓരോരുത്തരുടെയും വിശ്വാസം ഈമാൻ കാര്യത്തിൽ 6-ാമത്തതാണ്. ഇത് ഖൈരിഹി വശരിഹി മിനല്ലാഹി തആല എന്നുള്ളത്. ഖൈറും ഷർറും അള്ളാഹുവിന്റെ ഖളാഇനനുസരിച്ചും ഖദറിനനുസരിച്ചും മാത്രമേ സംഭവിക്കുള്ളൂ. വിശുദ്ധ ഖുർആനിലെ ധാരാളക്കണക്കിന് വചനങ്ങൾ, അത് ഓതിയാൽ ഓരോന്നും പറഞ്ഞാൽ നമുക്ക് ഒരുപാട് സമയദീർഘ്യമാകും എന്നതുകൊണ്ട് ഞാൻ ആ വിഷയങ്ങളിൽ അതിന്റെ ഒന്നോ രണ്ടോ ആയത്ത് മാത്രം പറയാം. സൂറത്തു യൂനുസിലെ 10-ാം അധ്യായത്തിലെ 107-ാമത്തെ വചനം, വൈ യംസസ്കല്ലാഹു ബിദുർരിൻ ഫലാ കാശിഫ ലഹു ഇല്ലാഹു വഇൻ യുരിദുക ബിഖൈറിൻ ഫലാ റാദ്ദ ലിഫദ്ലിഹി യുസീബു ബിഹി മൻ യശാഉ മിൻ ഇബാദിഹി വഹുവൽ ഗഫൂറുർ റഹീം. ഒരു ഖൈർ നിനക്ക് ബാധിക്കണമെങ്കിൽ അല്ലാഹുവിന്റെ തീരുമാനം ഉണ്ടാവണം. ഒരു ളുർറ് നിനക്ക് നീങ്ങിപ്പോകണമെങ്കിലും അത് അല്ലാഹുവിന്റെ തീരുമാനം ഉണ്ടാവണം. അല്ലാഹുവിന് ഉദ്ദേശിക്കുന്നവർക്ക് ഖൈർ ബാധിപ്പിക്കുന്നു, അല്ലാഹുവിന് ഉദ്ദേശിപ്പിക്കുന്നവർക്ക് ശർറ് ബാധിപ്പിക്കുന്നു. അതൊക്കെ അല്ലാഹുവിന്റെ തീരുമാനമാണ്. സൂറത്ത് തൗബയിലെ 51-ാമത്തെ വചനം, ഖുൽ ലൻ യുസീബനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ ഹുവ മൗലാനാ വഅലല്ലാഹി ഫലയതവക്കലിൽ മുഅ്മിനൂൻ. എല്ലാം അള്ളാഹുവിന്റെ തീരുമാനപ്രകാരമാണ്. ഞാൻ ആയത്തിന്റെ പ്രധാനപ്പെട്ട അർത്ഥങ്ങളിലേക്ക് പോകുന്നില്ല, സൂചിപ്പിക്കുക മാത്രം. അതുപോലെ തന്നെ സൂറത്തു സുമറിലെ 28-ാമത്തെ വചനം, ഇൻ അറാദനി അല്ലാഹു ബിദുർരിൻ ഹൽ ഉന്ന കാശിഫാതു ദുദ്ദി ഔ അറാദനി ബിറഹ്മത്തിൻ ഹൽ ഉന്ന മുംസികാതു റഹ്മതിഹി ഖുൽ ഹസ്ബി അല്ലാഹ് എന്ന് തുടങ്ങുന്ന എന്നുള്ള ആയത്ത്. അതുപോലെ തന്നെ സൂറത്തു തൗബയിലെ 129-ാമത്തെ വചനം, ഫഖുൽ ഹസ്ബി അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു അലൈഹി തവക്കൽതു എന്നുള്ള വചനം. അതുപോലെ തന്നെ സൂറത്തു ഹദീദിലെ 21, 22 വചനം. ഇങ്ങനെ എണ്ണമറ്റ വചനങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരെ പഠിപ്പിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഖൈറാവട്ടെ ശർറാവട്ടെ അത് അള്ളാഹുവിന്റെ തീരുമാനപ്രകാരം മാത്രമേ സംഭവിക്കുകയുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ഒരാൾക്ക് എന്തെങ്കിലും ശർറ് ബാധിപ്പിക്കാൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഖൈർ ലഭിക്കാൻ ഒരു സിഹിർ ചെയ്തു, എന്നിട്ട് അതിലൂടെ ഒരാൾക്ക് ഒരു പ്രയാസമുണ്ടായി എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിന്റെ ഖദറിനെ മറികടക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയല്ലേ വരിക? എനിക്കിപ്പോ നല്ല ആരോഗ്യാവസ്ഥ ഉണ്ട്, ഞാൻ നല്ലൊരു ആരോഗ്യത്തിൽ നിൽക്കുന്ന ഒരു മനുഷ്യനാണ്. ഇനി എന്നോട് ആർക്കെങ്കിലും ഒരു പ്രയാസമോ അസൂയ തോന്നിക്കഴിഞ്ഞിട്ട് എന്തെങ്കിലും ചില കൂടോത്ര പണികളിലൂടെ എനിക്കൊരു പ്രയാസം ഉണ്ടാക്കാൻ ശ്രമിച്ചു എങ്കിൽ അതിലൂടെ എനിക്ക് പ്രയാസമുണ്ടായി എന്ന് ഞാൻ വിശ്വസിച്ചാൽ അതിലെന്താ സംഭവിക്കുക? അള്ളാഹുവിന്റെ ഖദറിനെ അത് അതിജയിച്ചു എന്നുള്ളതാണ്. അതുണ്ടാകാൻ പാടില്ല. നസിറിനെ പറ്റി പോലും, നേർച്ചയെ പറ്റി പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അതെന്താണ്? അത് അള്ളാഹുവിന്റെ ഖദറിനെ സ്വാധീനിക്കൂല. അത് പിശുക്കനിൽ നിന്ന് പൈസ പുറത്തേക്ക് ചെലവഴിക്കപ്പെടുക എന്നല്ലാതെ അള്ളാഹുവിന്റെ ഖദറിനെ അത് സ്വാധീനിക്കുകയില്ല എന്നുള്ളതാണ്.
അപ്പൊ സിഹിർ ഫലിക്കും, എന്തെങ്കിലുമൊക്കെ ചില ചെപ്പടി വിദ്യകളിലൂടെ ഒരാൾക്കെതിരെ സിഹിർ ചെയ്താൽ സിഹിർ ഫലിക്കും എന്ന് വിശ്വസിച്ചാൽ അത് അടിസ്ഥാനപരമായി അള്ളാഹുവിന്റെ ഖദറിനെ നിഷേധിക്കുന്നതിലേക്ക് എത്തിപ്പെടും. അതുകൊണ്ട് ഇവർ ചെയ്യുന്ന പണി എന്ന് ചോദിച്ചാല് ഇത് അഭൗതികമല്ല, ഇത് ഭൗതികമാണ് എന്ന് പറഞ്ഞ് സ്ഥാപിക്കുകയാണ് ചെയ്യുക. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന 1-2 ആയത്തുകൾ ശ്രദ്ധയിൽപ്പെടുത്തുക. വലാ യുഫ്ലിഹു സാഹിറു ഹൈസു അതാ. സാഹിർ, ഒരു കൂടോത്രം ചെയ്യുന്ന ആള് ലോകത്ത് എവിടെ പോയാലും അയാളുടെ കൂടോത്രം കൊണ്ട് അയാൾക്ക് വിജയിക്കാൻ കഴിയില്ല, അതിനൊരു ഫലവും ഉണ്ടാവുകയില്ല. സൂറത്തു ത്വാഹയിലെ 69-ാമത്തെ വചനമാണ്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമുമായി ബന്ധപ്പെട്ട സിഹിർ വിശദീകരിക്കുന്നിടത്ത് ഖുർആൻ പറഞ്ഞു, ഫലമ്മ അൽഖൗ ഖാല മൂസാ മാ ജിഅ്തും ബിഹി സിഹ്റ ഇന്നല്ലാഹ സയുബ്തിലുഹു ഇന്നല്ലാഹ ലാ യുസ്ലിഹു അമലൽ മുഫ്സിദീൻ. സൂറത്തു യൂനുസിലെ 81-ാമത്തെ വചനം. ഈ സിഹിർ കൊണ്ടുവന്നപ്പോൾ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, നിങ്ങൾ കൊണ്ടുവന്നത് സിഹിറാണ്. കാരണം അള്ളാഹു ആ സിഹിറിനെ നിരർത്ഥകമാക്കി കളയും, ബാത്തിലാക്കി കളയും. ഒരു സംഗതിക്ക് ബാത്തിലാണ് അതിന്റെ സ്വഭാവം എന്ന് അള്ളാഹു പറഞ്ഞാൽ പിന്നെ അതിന് ഹക്കുണ്ട്, ഹക്കീക്കത്തുണ്ട് എന്ന് പറയൽ തന്നെ ഖുർആനെതിരാണ്. ഇവിടെ അള്ളാഹു കൃത്യമായി പറയാണ്, മാ ജിഅ്തും ബിഹി സിഹ്റ, നിങ്ങളെ കൊണ്ടുവന്ന സിഹിർ ഇന്നല്ലാഹ സയുബ്തിലുഹു, അള്ളാഹു അതിനെ ബാത്തിലാക്കി കളയും. ഇന്നല്ലാഹ ലാ യുസ്ലിഹു അമലൽ മുഫ്സിദീൻ, കുഴപ്പക്കാരികളുടെ ആ പ്രവർത്തനത്തെ അള്ളാഹു ഒരിക്കലും നേർപന്താവിലേക്ക് കൊണ്ടുവരികയില്ല, അതിന് അള്ളാഹു ഫലം ഉണ്ടാക്കി കൊടുക്കുകയില്ല എന്ന് അള്ളാഹു പറയാണ്. അപ്പൊ സിഹിറിന് ഫലമുണ്ട് എന്ന് വിശ്വസിക്കൽ തന്നെ ഇത്തരത്തിലുള്ള ആയത്തുകൾക്ക് എതിരാണ്. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സിഹിർ ചെയ്തു എന്ന് പണ്ട് മിക്കവാറും ഹദീസ് ഗ്രന്ഥങ്ങളിലൊക്കെ ഉള്ള വിഷയം. അടിസ്ഥാനപരമായി നാം മനസ്സിലാക്കേണ്ടത് ഇസ്ലാമിന്റെ 2ാമത്തെ പ്രമാണമാണ് ഹദീസുകൾ അഥവാ സുന്നത്ത്. ഈ സുന്നത്ത് ഇസ്ലാമിന്റെ പ്രമാണമായി മാറാൻ കൃത്യമായ നിദാന ശാസ്ത്രം പണ്ഡിതന്മാർ എഴുതി വെച്ചിട്ടുണ്ട്. ആ നിദാന ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇസ്ലാമിന്റെ പ്രമാണമായി ഹദീസുകളെ അഥവാ സുന്നത്തിനെ നാം പരിഗണിക്കുന്നത്. ഒരു ഹദീസ് കേട്ട മാത്രയിൽ അത് ഹദീസല്ലേ എന്ന അർത്ഥത്തിൽ അത് ഇസ്ലാമിന് പ്രമാണമാവുന്നില്ല. മറിച്ച് അതിന്റെ ഏറ്റവും 1ാമത്തെ നിയമം വിശുദ്ധ ഖുർആനിന്റെ പ്രഖ്യാപിത നിയമങ്ങൾക്ക് അത് വിരുദ്ധമാകാൻ പാടില്ല എന്നുള്ളതാണ്. ഇൻഷാ അല്ലാഹ് അത് പിന്നീട് വിശദീകരിക്കാം. എന്നാൽ ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സിഹിർ ബാധിച്ചു എന്ന് പറയുന്ന ഹദീസ് അത് ഒരുപാട് വൈരുദ്ധ്യങ്ങളുള്ള ഹദീസാണ്. അത് ഇമാം ബുഖാരിയിൽ പല നമ്പറുകളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്, ഇമാം മുസ്ലിമിലുണ്ട്, ഇമാം അഹ്മദിന്റെ സുന്നനിലുണ്ട്. അങ്ങനെ വ്യത്യസ്തങ്ങളായ ഹദീസുകളിൽ ഗ്രന്ഥങ്ങളിൽ ആ ഹദീസ് വന്നിട്ടുണ്ട്. പക്ഷേ ആ ഹദീസുകളിലെല്ലാം ധാരാളം വൈരുദ്ധ്യങ്ങളുണ്ട്. ഉസൂൽ ഫിഖ് ഹദീസിന്റെ അഥവാ ഹദീസ് നിദാന ശാസ്ത്രത്തിന്റെ 2ാമത്തെ നിയമം അല്ലെങ്കിൽ പ്രധാനപ്പെട്ട മറ്റൊരു നിയമം, ഹദീസുകളിൽ വൈരുദ്ധ്യങ്ങൾ ഉണ്ടാവാൻ പാടില്ല. അല്ലെങ്കിൽ ഹദീസിന്റെ സനദിലോ അതിന്റെ ആശയം അഥവാ മത്നിലോ ഇൽത്തിറാബ്, വൈരുദ്ധ്യങ്ങളോ അത്തരത്തിലുള്ള കെട്ടിക്കൊടുക്കുകളോ ഉണ്ടാകാൻ പാടില്ല. അത് വളരെ കൃത്യമായിരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സിഹിർ ബാധിച്ചു എന്ന് പറയുന്ന ഹദീസുകളിൽ പലവിധ വൈരുദ്ധ്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഹദീസുകൾ സ്വീകരിക്കുവാൻ പണ്ഡിത ലോകത്ത് നിർവാഹമില്ല. വിമർശിച്ച പണ്ഡിതന്മാർ നമ്മൾ കേരളത്തിലെ മർക്കസ് ദഅവ മാത്രമൊന്നുമല്ല, മുൻഗാമികളായ അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ തന്നെ ആ ഹദീസുകളെ നിഷേധിക്കുകയോ നിരൂപിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. 1-2 വൈരുദ്ധ്യങ്ങൾ മാത്രം ചൂണ്ടിക്കാട്ടാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സിഹിർ ബാധിച്ചു. നേരത്തെ സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരിയുടെ ആ ക്ലിപ്പിൽ കണ്ടതുപോലെ ഒരാൾക്ക് സിഹിർ ബാധിച്ചു എന്ന് മനസ്സിലാക്കൽ എങ്ങനെയാ? അള്ളാഹുവിന്റെ വഹയിലൂടെയാണ്, അല്ലെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സിഹിറാണ് ബാധിച്ചത് എന്ന് ഹദീസിൽ എങ്ങനെയാ ഉള്ളത്? 2 മലക്കുകൾ വന്നു, 2 മനുഷ്യർ, 2 ആൾ വന്നു എന്നാണ്. അത് മലക്കുകളാണെന്ന് വേറെ ഹദീസിലുള്ളത്. എന്നിട്ടോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് താൻ ചെയ്തത് ചെയ്യാത്തതുപോലെയും ഭാര്യമാരെടുത്ത് പോയത് പോകാത്തതുപോലെയും ഒക്കെ തോന്നി എന്നുള്ളതാണ് ഹദീസിൽ 1ാമത്തെ വൈരുദ്ധ്യം. ഈ സിഹിർ ചെയ്തത് ലബീദ് ഇബ്നു അഅസം എന്ന മുനാഫിഖാണ് എന്നാണ് ഇമാം ബുഖാരിയുടെ ഒരു ഹദീസിലുള്ളത്. 5765-ാമത്തെ ഹദീസിൽ ഇദ്ദേഹം മുനാഫിഖായിരുന്നു എന്നാണ് രേഖപ്പെടുത്തിയത്. എന്നാൽ അതിന് തൊട്ട് താഴെയുള്ള മറ്റൊരു ഹദീസ് 5766-ാമത്തെ ഹദീസ്, ലബീദ് ഇബ്നു അഅസം യഹൂദിയുൻ മിൻ ബനി സുറൈഖ്,
ബനീ സുറൈഖിൽപ്പെട്ട യഹൂദിയാണ് ഇദ്ദേഹം എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോ ഒരു ഗ്രന്ഥത്തിന്റെ തൊട്ട് മുന്നിലും താഴെയുമുള്ള ഹദീസുകളിൽ ഒരിടത്ത് ലബീദ് ഇബ്നു അഅസം മുനാഫിഖാണ് എന്നും മറ്റൊരിടത്ത് ലബീദ് ഇബ്നു അഅസം ബനീ സുറൈഖിൽപ്പെട്ട യഹൂദിയാണ് എന്നും പറയുന്നു. ഇനി ബനീ സുറൈഖിനെ പറ്റി ചരിത്രത്തിൽ വായിക്കുമ്പോ അവർ യഹൂദി കുടുംബമേ അല്ല. അവര് മദീനയിൽ ഉണ്ടായിരുന്ന ഒരു മുശ്രിക്കന്മാർ, ബഹുദൈവ വിശ്വാസികളായ ഗോത്രമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഹിജറ ചെയ്ത് വന്നപ്പോൾ അവർ മുസ്ലിങ്ങളാവുകയും അൻസാരികളായി തീരുകയും ചെയ്തു എന്നുള്ളതാണ്. അപ്പൊ അവരിൽ അങ്ങനെ ഒരു ബനൂ സുറൈഖ് എന്ന് പറഞ്ഞ ഗോത്രത്തിൽ ഒരു യഹൂദി ഉണ്ടാവാനേ സാധ്യതയില്ല എന്നുള്ളതാണ് ചരിത്രപരമായി വായിക്കുമ്പോൾ മനസ്സിലാകുന്നത്. അതുപോലെ തന്നെ അതിൽ മറ്റൊരു വൈരുദ്ധ്യമുള്ളത്, ഈ സിഹർ ബാധിച്ചു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വന്നു പറഞ്ഞു കൊടുക്കുന്നത് 2 മലക്കുകളാണ്. അതിനെപ്പറ്റി എന്താ പറയുന്നത്? ബുഖാരിയിലെ 3268 ഹദീസിൽ പറയുന്നത്, അതാനി റജുലാനി ഫഖഅദ അഹദുഹുമാ ഇൻദ റഅസിഹി വൽ ആഖറു ഇൻദ റിജലയ്യ ഫഖാല അല്ലദി ഇൻദ റഅസിഹി ലിൽ ആഖർ മാ ബാലു ഹാദ റജുൽ ഖാല മത്ബൂബൻ. വളരെ കൃത്യമായി നമുക്ക് വായിക്കാൻ പറ്റും. അതാനി റജുലാനി, എന്റെ അടുത്ത് 2 മനുഷ്യന്മാർ വന്നു. ഇവിടെ റജുലാനി എന്ന പ്രയോഗമുള്ളത്, വേറെ ഹദീസിൽ മലക്കാനി എന്ന പ്രയോഗമുള്ളത്. വൈരുദ്ധ്യമാണ്. ഇങ്ങനെയൊന്നും ഹദീസുകളിൽ ഇങ്ങനെ ഒരു വൈരുദ്ധ്യം ഉണ്ടാവാൻ പാടില്ല. പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള, ഇതൊരു അമലല്ല, ഇതൊരു വിശ്വാസവുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള വൈരുദ്ധ്യങ്ങളോ വാക്ക് വ്യത്യാസങ്ങളോ ഉണ്ടാകാൻ പാടില്ല എന്നാണ് ഉസൂലുൽ ഹദീസിന്റെ വളരെ പ്രഖ്യാപിതമായ നിയമം. ആ നിയമത്തിനെതിരാണ് ഈ ഹദീസ്. എന്നിട്ട് എന്താ പറയുന്നത്? എന്റെ ഒരാള് തലന്റെ അടുത്തിരുന്നു, വൽ ആഖറു ഇൻദ റിജലയ്യ, ഒരാള് കാലിന്റെ ഭാഗത്തിരുന്നു. എന്നിട്ട് തലന്റെ ഭാഗത്തുള്ള ആള് പറഞ്ഞു ലിൽ ആഖർ, കാലിന്റെ ഭാഗത്തിരിക്കുന്ന ആൾ എന്ത് പറഞ്ഞു? എന്താണ് ഈ മനുഷ്യന്റെ അവസ്ഥ? അപ്പോ മറ്റയാൾ പറയാണ് ഖാല മത്ബൂബൻ, അദ്ദേഹം സിഹർ ബാധിച്ചവനാണ്. ഇതാണ് ഇങ്ങനെ റസൂലുള്ളാഹിക്ക് ബാധിച്ച സിഹർ ഈ മലക്ക് വന്നിട്ടാ പറഞ്ഞു കൊടുക്കുന്നത്. എന്നാൽ ഇമാം ബുഖാരി തന്നെ ഉദ്ധരിച്ച 6063 നമ്പർ ഹദീസിൽ പറയുന്നത്, ഒരാള് തലഭാഗത്തിരുന്നു, എന്നിട്ട് ഒരാൾ കാലുഭാഗത്തിരുന്നു. കാലിന്റെ ഭാഗത്തിരുന്ന ആള് പറഞ്ഞു തലയുടെ ഭാഗത്തിരുന്ന ആളോട്. നേരത്തെ പറഞ്ഞ ഹദീസിന് നേരെ വൈരുദ്ധ്യമാണ് ഈ പറയുന്ന ഹദീസിലുള്ളത്. അപ്പൊ ഇത് ഒന്നല്ല, ഒരുപിടി ഹദീസുകൾ, ഒരുപിടി കാര്യങ്ങളിൽ ഇത് വൈരുദ്ധ്യമാണ്. മറ്റൊന്ന്, മാരണം ചെയ്യാൻ ഉപയോഗിച്ച വസ്തുക്കൾ. അതില് ഞാൻ നേരത്തെ പറഞ്ഞ 5273 ഹദീസിൽ പറഞ്ഞത് എന്തിലൊക്കെയാണ് മാരണം ചെയ്തത്? ഫി മുഷ്തിൻ, ചീർപ്പില്. മുശാഖത്തിൻ, മുശാഖത്ത് എന്ന് പറഞ്ഞാല് ഒരുതരം എന്താണ് വസ്ത്രത്തിനാ പറയാ. ജുഫി തൊലഅത്തി ദക്കരിൻ, ഒരു കൂമ്പാളയൻ, ഇതൊക്കെയാ ചെയ്തത്. എന്നാൽ നേരത്തെ പറഞ്ഞ മറ്റൊരു ഹദീസ് പറഞ്ഞത് മുഷ്തിൻ വ മുശാത്തത്തിൻ എന്നാണ്. മുഷ്ത് മുശാത്തത്ത് എന്ന് പറഞ്ഞാല് ചീർപ്പും ചീർപ്പിൽ നിന്ന് വാരിയിട്ട് ഇങ്ങനെ വീഴുന്ന മുടിക്കുമാണത് പറയാ. അപ്പൊ നമ്മൾ ആലോചിക്കേണ്ടതെന്നറിയോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ന ലോകത്തെ അഷ്റഫുൽ ഹൽഖ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സിഹർ ബാധിച്ചു എന്ന് പറയുന്ന ഹദീസിലുള്ള ഓരോ വാക്കുകളുടെ വ്യത്യാസം, നമ്മളൊക്കെ പേരിൽ വ്യത്യാസം വന്നാൽ എന്താ ഉണ്ടാകുക? അവനെ സ്വീകരിക്കുമോ? അപ്പൊ ഇത്തരം വൈരുദ്ധ്യങ്ങളുള്ള ഹദീസുകൾ സ്വീകരിക്കാൻ പാടില്ല എന്നുള്ളതാണ്. ഇനി ഇത് നിക്ഷേപിച്ച കിണറിനെ പറ്റിയുള്ള ഒരു ഹദീസിൽ ഫി ബിഇരി ദർവാൻ, ബിഇർ ദർവാനിലാണ് നിക്ഷേപിച്ചത് എന്നാണ്. വേറെ ഹദീസിൽ എന്താണത്? ഫി ബിഇരി ദി അർവാൻ എന്നാണ്. സ്പെല്ലിംഗ് വ്യത്യാസം വന്നു പോയതോ അല്ലെങ്കിൽ അച്ചടിപ്പിച്ചേക്ക് വന്നു പോയതോ ഒന്നല്ല. ഫി ബിഇരി അർവാൻ എന്നാ പറഞ്ഞത്. ഇതിലും വൈരുദ്ധ്യമുണ്ട്. പിന്നെ സിഹർ ചെയ്ത സാധനങ്ങൾ ഇത് പുറത്തെടുത്തോ ഇല്ലേ? ആയിഷ റളിയല്ലാഹു ചോദിക്കുന്നുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്, അലാ തസ്തഖ്രിജഹു, നിങ്ങൾക്ക് ആ സാധനം പുറത്തെടുത്തൂടെ? ഇത് ഈ മുടിയും കൂമ്പാളയും ഒക്കെ കൊണ്ടുപോയിട്ട് കിണറിലാണ് ഇട്ടത്, അത് പുറത്തെടുത്തുകൂടെ ചോദിക്കുന്നത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുക്കുന്ന മറുപടി, വേണ്ട, പുറത്തെടുക്കണ്ട, അത് പുറത്തെടുക്കേണ്ട ആവശ്യമില്ല. കാരണം ഷഫാനി അള്ളാഹു എനിക്ക് ശിഫ തന്നിട്ടുണ്ട്, അതിങ്ങനെ അത് കുഴിച്ചു മൂടാൻ കൽപ്പിച്ചു എന്നാണ്. എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞ 6063 ഹദീസ് പറയുന്നത് അത് പുറത്തെടുക്കാൻ കൽപ്പിച്ചു എന്നാണ്. അപ്പൊ ഇത്രയും വെറും അതിന്റെ മത്നിൽ മാത്രം സഞ്ചരിച്ചാലായി പറഞ്ഞത്. അതിന്റെ സനത്തിൽ വേറെയും ളുഅഫുകളും അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ട്. ഈ ഹദീസുകളൊക്കെ ഇപ്പൊ ഇമാം ബുഖാരി തന്നെ ഉദ്ധരിച്ച കുറെ ഹദീസുകൾ എടുത്ത് വായിച്ചാൽ അതിന്റെ കണ്ടന്റിൽ തന്നെ എന്തുണ്ട്? വൈരുദ്ധ്യങ്ങളുണ്ട്. അത്തരം വൈരുദ്ധ്യമുള്ള ഹദീസ് സ്വീകരിക്കാൻ പറ്റില്ല. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എത്ര കാലമാണ് ഇത് സിഹർ ബാധിച്ചത്?
ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസ് പറയുന്നത് കദാ വ കദാ യുഖയ്യലു ഇലൈഹി അന്നഹു യഅതി അഹ്ലഹു വലാ യഅതി. ഇത്ര കാലം, എണ്ണം പറയുന്നില്ല, ഇത്ര കാലം കഥാ വ കഥ എന്ന പ്രയോഗം. അദ്ദേഹം തന്റെ ഭാര്യമാരുടെ അടുത്ത് പോയി, എന്നാൽ അദ്ദേഹത്തിന് തന്റെ ഭാര്യമാരുടെ അടുത്ത് പോയിട്ടില്ല എന്ന് തോന്നി എന്നാണ്. എന്നാൽ ഇമാം അഹ്മദിന്റെ മുസ്നദിൽ രേഖപ്പെടുത്തിയത് ലബിസൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സിത്തത അശ്ഹുരിൻ, 6 മാസം റസൂലുള്ളാഹി എന്ത് ചെയ്തു, ഈ സിഹറുമായി കഴിഞ്ഞുകൂടി എന്നുള്ളതാണ്. അപ്പോ ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്തതിൽ കാണാം, ഈ സിഹർ ചെയ്ത സാധനങ്ങൾ കരിച്ചു കളഞ്ഞുകൂടെ എന്ന് ആയിഷ ബീവി ചോദിക്കുന്നത്. ഇപ്പൊ ഞാനീ പറഞ്ഞ ഈ ഇൽത്തിറാബുകൾ, ഇവര് പറയുന്ന വാദം എന്ന് പറഞ്ഞാൽ എന്താണ്, 916 പോലെ വളരെ കൃത്യമാണ് ഹദീസ്, ഒരു ദുഅഫും ഇല്ല എന്നാണ്. അതിന്റെ സനദിൽ തന്നെ ദുഅഫുണ്ട് എന്നുള്ള മറ്റൊരു വിഷയം. അതിന്റെ മത്നില് ധാരാളക്കണക്കിന് ദുഅഫുണ്ട്, ഇൽത്തിറാബുകളുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് അത്തരം ഹദീസുകൾ സ്വീകരിക്കാൻ പാടില്ല എന്നുള്ളതാണ്. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ലോക ചരിത്രത്തിൽ ഇപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലഘട്ടം കഴിഞ്ഞിട്ട് എന്താണ് 1400 ചില്ലാനും കാലം കഴിഞ്ഞു, ഏതെങ്കിലും ഒരു പണ്ഡിതനെ കുറിച്ച്, ഇസ്ലാമിക ലോകത്തുള്ള ഏതെങ്കിലും ഒരു പണ്ഡിതനെ കുറിച്ച്, എത്ര പണ്ഡിതന്മാർ കഴിഞ്ഞു പോയി, ഏതെങ്കിലും ഒരു സ്വഹാബിയെ കുറിച്ച്, ഏതെങ്കിലും ഒരു താബിഇനെ കുറിച്ച്, ഏതെങ്കിലും ഒരു തബഉ താബിഇനെ കുറിച്ച്, ഏതെങ്കിലും ഒരു എന്താണ് അഹ്ലുസുന്നയുടെ പണ്ഡിതനെ കുറിച്ച്, ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ഏതെങ്കിലും കഴിഞ്ഞുപോയ നേതാവിനെ കുറിച്ച് സിഹർ ബാധിച്ചു എന്ന അഭിപ്രായം ആർക്കെങ്കിലും ഉണ്ടോ? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? അബൂബക്കർ സിദ്ദീഖ് സിഹർ ബാധിച്ചു, അലി ഇബ്നു അബീ താലിബിന് സിഹർ ബാധിച്ചു, അങ്ങനെ ഏതെങ്കിലും ഒരു ഇബ്നു മസ്ഊദിന് സിഹർ ബാധിച്ചു, അങ്ങനെ ഏതെങ്കിലും ആയിരക്കണക്കിന് സഹാബിമാരുണ്ട്. ഏതെങ്കിലും ഒരു സഹാബിക്ക് സിഹർ ബാധിച്ചിട്ടുണ്ട് എന്ന് ലോകത്ത് റസൂലുള്ളാഹിന്റെ ഈ സംഭവത്തിന് ശേഷം ആരെ പറ്റിയെങ്കിലും പറഞ്ഞു കേട്ടിട്ടുണ്ട് നമ്മള്? ആർക്കുമില്ല, ആർക്കും ബാധിച്ചിട്ടില്ല. പിന്നെ ആർക്കാ ബാധിച്ചത്? അള്ളാഹു സംരക്ഷണം കൊടുക്കുമെന്ന് പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സിഹർ ബാധിച്ചത്. അതുകൊണ്ട് തന്നെ പൂർവകാല പണ്ഡിതന്മാർ മുഴുവൻ പറയുന്നു ഇത് കള്ളക്കഥയാണ്, ഇത് കള്ളക്കഥയാണ്. കാരണം വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സൂറത്തു ഇസ്രായിലെ 47-48 വചനം, സൂറത്തു ഫുർഖാനിലെ 8-9 വചനം, എന്താണ് ആ 2 വചനങ്ങൾ സമാനമായി അള്ളാഹു പറയാണ്, ഇത് യഖൂലുൽ ളാലിമൂന ഇൻ തത്തബിഊന ഇല്ലാ റജുലൻ മസ്ഹൂറ. നബിയെ, അവർ താങ്കൾക്ക് എന്താണ് താങ്കളെ പറ്റി അവർ പറയുന്നത് എന്താണ്? ഇൻ തത്തബിഊന ഇല്ലാ റജുലൻ മസ്ഹൂറ, സിഹർ ബാധിച്ച ഒരു മനുഷ്യനെയാണ്, അല്ലാതെ നിങ്ങൾ പിൻപറ്റുന്നില്ല എന്ന് അവിടെയുള്ള മുനാഫിക്കുകൾ, മുശ്രിക്കുകൾ, അവിടെയുള്ള സഹാബിമാരോട് പറഞ്ഞു. ആ പറഞ്ഞതിനെ കുറിച്ച് ഖുർആൻ പറഞ്ഞു, കൈഫ ദറബൂ ലക്കൽ അംസാൽ, നോക്കൂ നബി, എത്ര മോശമായ ഉദാഹരണമാണ് താങ്കൾക്കെതിരെ അവർ പറഞ്ഞിരിക്കുന്നത്. ഫളല്ലു, അത് അക്കാരണത്താൽ അവർ വഴിവിഴച്ചു പോയി. ഫളല്ലു എന്ന് പറഞ്ഞാൽ എന്താ? ഫ എന്ന് പറഞ്ഞാൽ താങ്കൾ സിഹർ ബാധിച്ചവനാണ് എന്ന് വിശ്വസിക്കുന്നതിലൂടെ, ആരോപിക്കുന്നതിലൂടെ, പറയുന്നതിലൂടെ നിങ്ങൾ അവർ വഴിവിഴച്ചു പോയി. അപ്പൊ അതിന്റെ മറുവാദം എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സിഹർ ബാധിച്ചു എന്ന് പറയുന്നവർ വഴിപിഴച്ചു എന്നാണ്. അവരൊരിക്കലും ഈ വാദം മാറ്റാതെ, ഈ വിശ്വാസം കൈമാറ്റാതെ അവർ നേർമാർഗം പ്രാപിക്കുകയില്ല എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധനവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധന രംഗത്തുള്ള സംരക്ഷണവും അള്ളാഹു ഏറ്റെടുത്തതാണ് എന്ന് സൂറത്തു മാഇദയിലെ 67-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നുണ്ട്. യാ അയ്യുഹർ റസൂലു ബല്ലിഗ് മാ ഉൻസില ഇലൈക മിർ റബ്ബിക് വഇൻ ലം തഫ്അൽ ഫമാ ബല്ലഗ്ത റിസാലതക് വല്ലാഹു യഅസിബുക മിനൻ നാസ് എന്ന് അള്ളാഹു കൃത്യമായി പറയുന്നുണ്ട്. നബിയെ, താങ്കൾക്ക് അവതീർണമാക്കപ്പെട്ട വിശുദ്ധ ഖുർആനെ താങ്കൾ എത്തിച്ചു കൊടുക്കുക. അത് താങ്കൾ എത്തിച്ചു കൊടുത്തില്ലെങ്കിൽ താങ്കളുടെ ദൗത്യം താങ്കൾ നിർവഹിച്ചിട്ടില്ല. വല്ലാഹു യഅസിബുക മിനൻ നാസ്, മനുഷ്യരിൽ നിന്ന് താങ്കളെ അള്ളാഹു സംരക്ഷിച്ചുകൊള്ളും എന്നാണ്. ഇതിലെല്ലാം സംരക്ഷണം പെട്ടു, ബുദ്ധിയും പെട്ട്, എല്ലാം പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മജ്നൂൻ അല്ല, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ സാഹിർ അല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മസ്ഹൂർ അല്ല എന്ന് കൃത്യമായി വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവിടെ ആ ഭാഗം അവസാനിപ്പിക്കുന്നു. സാധാരണ ഇതിൽ ഇത് പറയും, ഈ ആയത്ത് പറയുമ്പോൾ നമ്മുടെ സഹോദരന്മാർ പറയുന്നൊരു വാദമുണ്ട്. എന്താണെന്നറിയോ? മക്കയിലെ മുശ്രിക്കന്മാർ പറഞ്ഞിട്ടില്ലേ, എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്താണ് അങ്ങാടിയിൽ നടക്കുന്നുണ്ടെന്ന്? മക്കയിലെ മുശ്രിക്കന്മാർ പറഞ്ഞിട്ടില്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഭക്ഷണം കഴിക്കുന്നുണ്ട്? അതുപോലെ മക്കയിലെ മുശ്രിക്കന്മാർ പറഞ്ഞതാണ് എന്ത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ഹൂറാണ് എന്ന്. ഇത് ശരിക്കും ഖുർആൻ മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. മക്കയിലെ മുശ്രിക്കന്മാർ എന്താ പറഞ്ഞത്? മാലിഹാദർ റസൂൽ യംശി ഫിൽ അസ്വാഖ് വയഅകുലു തആം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറഞ്ഞത്. മാലിഹാദർ റസൂൽ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് തഅജ്ജുബിന്റെ സീഗ. എന്താണ് ഈ നബിക്ക്? എന്തൊരു നബിയാണ് ഇത്? ഇങ്ങനെ നബി ഉണ്ടാവാൻ പാടുണ്ടോ? നബി എന്ന് പറയുമ്പോൾ ആരായിരിക്കണം?
ഭക്ഷണമൊന്നും കഴിക്കാത്ത, പിന്നെ അതുപോലെ അങ്ങാടിയിലൂടെ നടക്കാത്ത ഒരു തപസ്സിന് പോലെ ഇരിക്കുന്ന ഒരാളായിരിക്കണം നബി എന്നാണ് അവർ മനസ്സിലാക്കി വെച്ചത്. അപ്പൊ മക്കത്തെ മുശ്രിക്കന്മാരുടെ വാദം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഭക്ഷണം കഴിക്കണം എന്നാ കഴിക്കണ്ടെന്നോ? എന്താ ഞാൻ ആയത്ത് മനസ്സിലാക്കുന്നത്? കഴിക്കരുത് എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി നബിയാണോ ഭക്ഷണം കഴിക്കാൻ പാടില്ല? ഇനി നബിയാണോ അങ്ങാടിയിലൂടെ നടക്കാൻ പാടില്ല? കാരണം ഇതെന്ത് നബിയാ ഭക്ഷണം കഴിക്കുന്നു, ഇതെന്ത് നബിയാണ് അങ്ങാടിയിലൂടെ നടക്കുന്നു? അപ്പൊ ഇതെന്ത് നബിയാണ് എന്ന് ചോദിച്ചാൽ അവർ അങ്ങനെ പറഞ്ഞത്. അപ്പൊ അള്ളാഹ് എന്ത് പറഞ്ഞു? അള്ളാഹ് പറഞ്ഞു എല്ലാ നബിമാരും ഭക്ഷണം കഴിച്ചിട്ടുണ്ട്, എല്ലാ നബിമാരും ഇപ്രകാരം മനുഷ്യരെ പോലെ ജീവിച്ചിട്ടുണ്ട്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല മക്കയിലെ മുശ്രിക്കന്മാരെ വാദത്തെ ഗണ്ണിക്കുകയാണ്. എന്ത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങാടിയിലോ നടക്കാൻ പാടില്ല എന്ന മുശ്രിക്കങ്ങളുടെ വാദത്തെ അള്ളാഹു പറഞ്ഞു അദ്ദേഹം അങ്ങാടിയിലൂടെ നടക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഭക്ഷണം കഴിക്കരുത് എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹു പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭക്ഷണം കഴിക്കുന്നുണ്ട്. മുശ്രിക്കുകൾ എന്ത് പറഞ്ഞു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ഹൂറാണെന്ന് പറഞ്ഞപ്പോ അള്ളാഹ് എന്ത് പറഞ്ഞു? മസ്ഹൂർ ആണെന്ന് പറഞ്ഞു, മസ്ഹൂർ അല്ല എന്നാ പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മസ്ഹൂർ അല്ല എന്ന് പറഞ്ഞു. അപ്പൊ ഈ ആയത്ത് രണ്ടും മക്കയിലാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ബാധിച്ചത് മദീനത്താണ് എന്ന് പറഞ്ഞ് ഈ ആയത്തുകളെ ശരിക്കും എന്താണ് കൂട്ടിമാട്ടൽ നടത്തുന്ന കുറെ ക്ലിപ്പുകൾ കാണാം. യഥാർത്ഥത്തിൽ അങ്ങനെ നബിക്ക് മദീനത്ത് ചെന്നിട്ട് സിഹിർ ബാധിച്ചു എന്ന് പറഞ്ഞാൽ ഖുർആൻ തെറ്റായി പോയി എന്നതിന്റെ അർത്ഥം. കാരണം എന്താ? നമ്മൾ പറഞ്ഞില്ലേ സിഹിർ ബാധിച്ചവനാണെന്ന്, എനിക്കിപ്പോ മനസ്സിലായില്ലേ എന്ന് അവർ ചോദിക്കും. അങ്ങനത്തെ ഒരു അവസ്ഥ അള്ളാഹു ഉണ്ടാക്കിയിട്ടില്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സിഹിർ ബാധിച്ചിട്ടില്ല. അദ്ദേഹം സിഹിർ ബാധിക്കുന്നതിൽ നിന്നും ബുദ്ധിപരവും ബാധിക്കുന്നതിൽ നിന്നും ഒക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംരക്ഷിച്ചിട്ടുണ്ട് എന്ന് കാണാൻ സാധിക്കും. മാത്രമല്ല ഞാൻ ഒരു വാചകം കൂടി പറയട്ടെ. ഈ സിഹിർ ബാധയെ വിമർശിച്ച ഒരുപാട് മുൻകാല പണ്ഡിതന്മാരുണ്ട്. ഇമാം അബു ഹനീഫ, ഇമാം അബൂബക്കർ ജസ്സാസ്, അതുപോലെ തന്നെ ഇമാം മറാഗി, അങ്ങനെ ഒരുപാട് പണ്ഡിതന്മാർ അഹ്ലുസുന്നയിൽപ്പെട്ട തന്നെ ധാരാളം പണ്ഡിതന്മാർ ഈ വാദത്തെ എതിർത്തതായും കാണാൻ സാധിക്കും. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സിഹിർ ബാധിച്ചതുകൊണ്ട് ആർക്കും സിഹിർ ബാധിക്കാം എന്നുള്ള വാദം തെറ്റാണ്. ഒരാൾക്കും സിഹിർ കൊണ്ട് ഒരു സംഗതിയും ചെയ്യാൻ കഴിയില്ല. മാത്രമല്ല മൂന്ന് വിഭാഗം ആളുകൾ നരകത്തിൽ പ്രവേശിക്കും, സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് പറഞ്ഞ കൂട്ടത്തിലൊരു വിഭാഗം ആരാണ്? മുഅ്മിനും ബിസ്സിഹിർ. മുഅ്മിനും ബിസ്സിഹിർ എന്ന് പറഞ്ഞാൽ സിഹിറിൽ വിശ്വസിക്കുന്നവൻ എന്നല്ല. സിഹിറിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ സിഹിർ കൊണ്ട് ആരെങ്കിലും ഉപദ്രവിക്കാനോ ഫലം ചെയ്യാനോ സാധിക്കുമെന്ന് വിശ്വസിച്ചാലാണ് മുഅ്മിനും ബിസ്സിഹിർ ആവുക. അല്ലാണ്ട് സിഹിർ ഉണ്ട് എന്ന് വിശ്വസിക്കലല്ല. സിഹിർ ചെയ്യുമല്ലോ, അതുകൊണ്ടാണ് വൻപാപത്തിൽപ്പെട്ടത്. ചില ആൾക്കാർ ചോദിക്കും സിഹിർ ഫലിക്കൂല, പിന്നെ എന്തിനാ വൻപാപത്തിൽപ്പെടുത്തിയെന്നാ? സിഹിർ ഫലിക്കുന്നത് കൊണ്ടല്ല വൻപാപത്തിൽപ്പെടുത്തിയത്, പിന്നെയോ മറ്റുള്ളവന്റെ നന്മ നശിച്ചു കാണാനുള്ള ആ ഒരു ദുരാഗ്രഹത്തിനുള്ള ഇത്തരത്തിലുള്ള കൂടോത്ര പണികൾ ചെയ്യുന്നത് കൊണ്ടാണ് അതെന്ത് ചെയ്ത് വൻപാപത്തിൽ പെടുത്തിയത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അല്ലാതെ സിഹിർ ഫലിക്കുന്നുള്ളത് കൊണ്ടല്ല.